ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ. 1972 ആദ്യമായിട്ട് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആചരിക്കാൻ ആരംഭിച്ചത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, ഡ്രോട്ട് റെസിലിയൻസ്. ലാൻഡ് റീസ്റ്റോറേഷൻ. എന്താണ് ലാൻഡ് റീസ്റ്റോറേഷൻ? എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നിവയെല്ലാം ലാൻഡ് റീസ്റ്റോറേഷന്റെ നിർണായകമായ കാര്യങ്ങളാണ്. റീഫോറസ്റ്റേഷൻ, സോയിൽ കൺസർവേഷൻ, വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നിവയെല്ലാം ലാൻഡ് റീസ്റ്റോറേഷന്റെ പല പദ്ധതികളാണ്. Benefits of land restoration. Explain the positive impact of restoring land. Including carbon sequestration, soil fertility and enhanced water quality. ഡെസർട്ടിഫിക്കേഷൻ. എന്താണ് ഡെസർട്ടിഫിക്കേഷൻ? ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമി അതിൻ്റെ സസ്യജന്തുജാലങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയായി മാറുന്ന പ്രക്രിയയാണ് ഡെസർട്ടിഫിക്കേഷൻ. മനുഷ്യ പ്രവർത്തനവും കാലാവസ്ഥയും ഇതിനെ വ്യക്തമാക്കുന്നു. കാരണം ഒരു പ്രത്യേക കാരണത്താലാണ് മരുഭൂമിയിലെ ഓരോ ബയോമുകളും ഒരുമിച്ച് കൂടിയിട്ട് മരുഭൂവൽക്കരണം ഉണ്ടാകുന്നത്. ഡെസർട്ടിഫിക്കേഷൻ ഭൂമിയെയും ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുക എന്നുള്ളതാണ് ഏക പ്രതിവിധി. ഡ്രോട്ട് റെസിലിയൻസ്. എന്താണ് ഡ്രോട്ട് റെസിലിയൻസ്? മാസങ്ങളോളം ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഉപരിജലത്തിന്റെയും ഭൂഗർഭജലത്തിന്റെയും കുറവാണ് ഡ്രോട്ട്. ഡ്രോട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷികളെയാണ്. മാത്രമല്ല ഇത് പ്ലാന്റുകളെയും ബേർഡ്സ് ആൻഡ് ആനിമൽസിനെയുമാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. സോ ഈ വർഷത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, We are generation restoration.